തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുകയാണ് കോൺഗ്രസ്. കെ മുരളീധരൻ തന്നെ നേരിട്ടിറങ്ങി പട നയിക്കുകയാണ്. 101 മണ്ഡലങ്ങളും കടന്നു പോകുന്ന ഒരു യാത്ര കെ മുരളീധരൻ നടത്തുന്നുണ്ട്. നേരിട്ടിറങ്ങി തന്നെ നേതൃത്വം നൽകുകയും ഈ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയത്. അതിനുശേഷം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവിടെ തന്നെ നിന്നുകൊണ്ട് നല്ലൊരു അടിത്തറ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 തവണ പരാജയപ്പെടാനുണ്ടായ കാരണം തെരഞ്ഞെടുപ്പിനെ UDF ഒരു ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. 3 മുന്നണികളും വെച്ച് ഏറ്റവും ഗൗരവമായി കാണുന്ന UDF ആണ് എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി പട്ടിക സമഗ്രമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതിൽ ടെക്കിയായിട്ടുള്ള ആള്, നിയമവിദ്യാർത്ഥിയായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, പ്രൊഫസർ ഉൾപ്പെടെ, ആശാവർക്കർമാർ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു പട്ടിക ഇറക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യ 2 ദിവസം പിന്നിടുകയാണ് പ്രചരണം. എന്ത് തോന്നുന്നു? എന്താണ് പ്രതീക്ഷ? ജനങ്ങൾ പലരും അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഇതെന്താ വർക്ക് ക്ലൈമാക്സിൽ എത്തിയോ എന്ന് പോലും ചോദിക്കാറുണ്ട്. അത്രയും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. നിലവിലെ കോൺഗ്രസിൻ്റെ കോർപ്പറേഷനിലെ അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ്. അവിടെ നിന്നും എത്രത്തോളം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കും? ഞങ്ങളുടെ സ്ലോഗൻ തന്നെ 51 and above എന്നാണ്. അതിലേക്ക് എത്തിക്കുക, അത് കഴിയുന്ന വിശ്വാസം. തിരുവനന്തപുരത്തിന്റെ മേയർ ആര്യ രാജേന്ദ്രൻ പണ്ടങ്ങാണ്ട് ഡൊണാൾഡ് ട്രംപ് മംദാനി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കളിയാക്കിയത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് മേയർ ചാർജ് എടുത്തേക്കുന്നതാണ് ഇവിടെ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത്. എന്ന് മാത്രമല്ല, സോറാബ് മംദാനിയെ കേരളത്തിലേക്കും തിരുവനന്തപുരത്തിലെ പീപ്പിൾസ് പ്ലാനിംഗ് പ്രോസസ് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ക്ഷണിക്കുന്നു എന്നാണ് സോറാബ് മംദാനി പറഞ്ഞത്. അദ്ദേഹത്തോട് എന്ത് പറയാൻ വേണ്ടിയാണ്? നടക്കാത്ത പൊങ്കാലയുടെ പേരിലുള്ള പൊറോട്ടയും ബീഫും കഴിച്ചതിന്റെ കണക്ക് പറയാനാണോ സോറാബ് മംദാനിയെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുന്നുള്ളത്? ശ്രീ ആര്യ രാജേന്ദ്രനെ കൂട്ടരുമെന്ന് പറയണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ നടക്കുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നേതൃത്വം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. രതീഷിനൊപ്പം അവൽ തന്നെ പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.